ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ നമ്മളൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതൊക്കെ. അരമുറി ക്യാരറ്റ്, ബീൻസ്, ഒരു സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി അടപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. അതും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സവാള എല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് 3-4 ബീൻസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. കിഴങ്ങും എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഈ ബ്രെഡ് ക്രംസ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ തൂത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ മോൾഡ് ഉപയോഗിച്ച് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടപ്പത്ത് വെച്ച് ഇത് ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസും 1 എഗ്ഗുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോന്നും നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം കട്ട്ലേറ്റ് എല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.